ഹായ് ഫ്രണ്ട്സ്, സാലൂസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഏതൊരു ചെടിയുടെയും നല്ല വളർച്ചയ്ക്ക് വെള്ളം, വളം, സൂര്യപ്രകാശം, അതുപോലെ നല്ല മണ്ണ് അത് അത്യാവശ്യമാണ്. നല്ല രീതിയിലുള്ള പരിചരണം കൊണ്ട് മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ള വിളവ് ലഭിക്കുകയുള്ളൂ. ഇന്നത്തെ വീഡിയോ നല്ല രീതിയിൽ അടിവളങ്ങളൊക്കെ കൊടുത്ത് എങ്ങനെ ഗ്രോ ബാഗ് നിറക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. വീഡിയോയിലോട്ട് പോകാം. ഒരു ഗ്രോ ബാഗ് നിറക്കുവാൻ ആവശ്യമായ കാര്യങ്ങളാണ് പറയുന്നത്. ഞാനിവിടെ ഒരു ചട്ടി മണ്ണ് എടുത്തിട്ടുണ്ട്. ഒരു ചട്ടി മണ്ണിലോട്ട് 50 ഗ്രാം കുമ്മായം ചേർക്കണം. ഒരു 2.5 ടേബിൾ സ്പൂൺ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതുപോലെ കുമ്മായം ട്രീറ്റ് ചെയ്ത മണ്ണിൽ മാത്രമേ നമ്മൾ ചെടികൾ വെക്കുവാൻ പാടുള്ളൂ. കുമ്മായം എന്തിനാണ് ചേർത്ത് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ കുമ്മായത്തിൽ അടങ്ങിയിരിക്കുന്നത് കാൽസ്യമാണ്. അതുകൂടാതെ മണ്ണിൻ്റെ പുളിപ്പ് മാറ്റുവാൻ കൂടി വേണ്ടിയിട്ടാണ് മണ്ണിൽ കുമ്മായം ചേർക്കുന്നത്. ഇതുപോലെ കുമ്മായം ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു 10 ദിവസം വെക്കണം. 10 ദിവസത്തിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലോട്ട് മറ്റുള്ള വളങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് റെഡിയാക്കി എടുക്കേണ്ടത്. ഞാനിവിടെ ഗ്രോ ബാഗ് നിറക്കുവാൻ വേണ്ടി ഒരു ചട്ടി മണ്ണ് കുമ്മായമിട്ട് ട്രീറ്റ് ചെയ്ത മണ്ണ് ഒരു 10 ദിവസം കഴിഞ്ഞ ശേഷമുള്ളതാണ് കേട്ടത്. ഈ ഒരു ചട്ടിക്ക് ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. ഒരു ഗ്രോ ബാഗ് നിറക്കാനുള്ള ഒരു അളവാണ് ഞാനിവിടെ പറയുന്നത്. അതേ അളവിൽ തന്നെ ഒരു ചട്ടി ചകിരിച്ചോറും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഒരു ചട്ടി മണ്ണ്, ഒരു ചട്ടി ചകിരിച്ചോറ്. ഈ ചകിരിച്ചോറ് ഈ വേനൽക്കാലത്തൊക്കെ കൃഷി ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഈർപ്പം നിലനിർത്തും. ചകിരിച്ചോറ് ഇല്ലെങ്കിൽ മണൽ ചേർത്ത് കൊടുക്കാം. ചകിരിച്ചോറ് മണ്ണിൻ്റെ കൂടെ മിക്സ് ചെയ്താൽ മണ്ണ് തറഞ്ഞു പോകാതെ കിട്ടും. അടുത്തത് ഒരു ചട്ടി അളവിൽ ജൈവവളമാണ് ഇട്ട് കൊടുക്കും. ഞാനിവിടെ ഉണങ്ങിയ ചാണകപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ മറ്റുള്ള വളങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ്. കോഴി വളമോ ആട്ടിൻ കാഷ്ടമോ കമ്പോസ്റ്റോ എന്തുണ്ടെങ്കിലും എടുക്കുക. അതുപോലെ തന്നെ ഇതിലോട്ട് ഒരു പിടിയോളം വേപ്പിൻ പിണ്ണാക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേ അളവിൽ തന്നെ എല്ലുപൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലുപൊടിയിൽ ഫോസ്ഫറസ് ആണ് അടങ്ങിയിട്ടുള്ളത്. പൂക്കാനും കായ്ക്കാനൊക്കെ ഇത് നല്ലതാണ്. വേപ്പിൻ പിണ്ണാക്ക് മണ്ണിൽ കൂടെ വരുന്ന നിമാവിരകൾ പോലുള്ള ശല്യങ്ങളൊക്കെ മാറാനാണ് നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. എന്നിട്ട് വേണം നമുക്ക് ഗ്രോ ബാഗ് നിറക്കാൻ വേണ്ടിയിട്ട്. ഈ ചകിരിച്ചോറ്, മണ്ണ്, അതുപോലെ ജൈവവളം, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഗ്രോ ബാഗ് നിറക്കാം. നല്ല പോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഉണങ്ങിയ കരിയിലയാണ് ഗ്രോ ബാഗ് നിറക്കുവാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. പ്ലാവിൻ്റെയും മാവിൻ്റെയും ഇലകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. ഞാനിവിടെ ഏതൊരു കൃഷി ചെയ്യുമ്പോഴും ഇതുപോലെ ഗ്രോ ബാഗിൽ 3/4 ഭാഗത്തോളം കരിയില നിറച്ചതിന് ശേഷമാണ് പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാറ്. നല്ല രീതിയിൽ തന്നെ വിളവും കിട്ടാറുണ്ട്. അപ്പോൾ അതാ നമുക്ക് ഈ ഗ്രോ ബാഗിലാണ് ഞാൻ തൈ വെച്ച് കൊടുക്കുന്നത്. അത്യാവശ്യം വെള്ളം വാർന്ന് പോകാനുള്ള ഹോളുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കണം. ഹോളില്ലെങ്കിൽ ഹോളിട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇവിടെ റെഡിയാക്കി വെച്ച പോട്ടി മിക്സിൽ നിന്ന് ഒരു ലെയർ പോട്ടി മിക്സിൻ്റെ ചുവട്ടിലായിട്ട് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് മണ്ണിട്ടതിന് ശേഷമാണ് ഇതിൻ്റെ മുകളിലോട്ട് ഉണങ്ങിയ കരിയില ഇട്ട് കൊടുക്കുന്നത്. ഉണങ്ങിയ കരിയില ഇങ്ങനെ ഇട്ട് കൊടുത്താൽ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ മണ്ണ് നമുക്ക് കൂടുതൽ ആവശ്യം വരില്ല. ഇതുപോലെ കരിയിലൊക്കെ ഇട്ട് കൊടുത്താൽ മണ്ണിൻ്റെ അളവ് കുറച്ച് നമുക്ക് നല്ല വേരോടാനൊക്കെ വളരെ നല്ലതാണ്. ഉണങ്ങിയ കരിയില ഇതുപോലെ നിറച്ച് കൊടുക്കുന്നത്. ഒരു 3/4 ഭാഗത്തോളം ഉണങ്ങിയ കരിയില നമുക്ക് നല്ല രീതിയിൽ തന്നെ നിറച്ച് കൊടുക്കാവുന്നതാണ്. ഗ്രോ ബാഗൊക്കെ ഇപ്പോൾ പല വലിപ്പത്തിലുള്ളതും വാങ്ങിക്കാൻ കിട്ടും. ഇതിലോട്ട് നമുക്ക് തയ്യാറാക്കി വെച്ച പോട്ടി മിക്സ് ഇനി ഈ കരിയിലയുടെ മുകളിലോട്ട് ഇട്ട് നിറച്ച് കൊടുക്കാവുന്നതാണ്. നല്ല രീതിയിൽ തന്നെ കരിയിലൊക്കെ താഴ്ത്തിയതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ട് വേണം നമ്മൾ റെഡിയാക്കി വെച്ച പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാനായിട്ട്.
അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് മണ്ണിട്ടതിന് ശേഷമാണല്ലോ കരിയില ഇട്ട് കൊടുത്താൽ. അങ്ങനെ ചെയ്താലൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ കരിയില പെട്ടെന്ന് നല്ല കമ്പോസ്റ്റായി കിട്ടുകയും ചെയ്യും. എന്നിട്ട് വീണ്ടും അതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ പൊട്ടി മിക്സ് നിറച്ച് കൊടുത്ത് അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ടൈറ്റായി നിൽക്കുന്ന രീതിയിൽ വേണം പൊട്ടി മിക്സ് നിറച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ അതാ ബാക്കിയുള്ള പൊട്ടി മിക്സും കൂടി ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. എല്ലാ ഭാഗത്തോട്ടും ആവുന്ന രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ കൈവച്ച് താഴ്ത്തി കൊടുക്കണം. എന്നാലേ നമ്മൾ വെള്ളമൊക്കെ കൊടുക്കുമ്പോൾ അതൊന്ന് വാർന്ന് പെട്ടെന്ന് നന്നായിട്ട് ഒലിച്ച് പോവില്ല. ഇതുപോലെ നല്ല രീതിയിൽ തന്നെ കൈവച്ച് ഇതുപോലെ എല്ലാ ഭാഗത്തോട്ടും ആവുന്ന രീതിയിൽ നമ്മളിതുപോലെ അമർത്തി കൊടുക്കണം. ഈ ഒരു രീതിയിലാണ് ഞാനിവിടെ ഗ്രോ ബാഗ് നിറച്ച് തൈകളൊക്കെ നട്ട് കൊടുക്കാറ്. ഇങ്ങനെ പൊട്ടി മിക്സൊക്കെ നിറച്ചതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ നമ്മൾ ഇതൊരു 3 ദിവസം നനച്ചിടണം. ഇപ്പം തന്നെ കൊടുന്ന് നമ്മൾ തൈകളൊന്നും വെച്ച് കൊടുക്കരുത്. 3 ദിവസത്തിന് ശേഷം വേണം തൈകൾ വെക്കാൻ. അതെന്തിനാന്ന് വെച്ചാൽ അതിലിട്ട് കൊടുത്ത വളത്തിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് 3 ദിവസം കഴിഞ്ഞതിന് ശേഷം തൈ വെച്ച് കൊടുത്താൽ മതി എന്ന് പറയുന്നത്. അതുപോലെ കരിയില ഇട്ടാലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കിത് എവിടേക്കും എടുത്ത് വെക്കാനൊക്കെ എളുപ്പമായിരിക്കും. ഒട്ടും തന്നെ വെയിറ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതാ 3 ദിവസത്തിന് ശേഷം ഞാൻ ഇതിലോട്ട് തൈ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലോട്ടൊരു വഴുതനയുടെ തൈയാണ് വെച്ച് കൊടുക്കുന്നത്. നടുവിലായിട്ടൊരു ഹോൾ എടുത്തതിന് ശേഷം നമുക്ക് ഈ തൈ ഇതിലോട്ട് വെച്ച് കൊടുക്കാം. ഇങ്ങനെ വഴുതന തൈ നട്ട് കൊടുത്തതിന് ശേഷം ചെടിയെ നല്ല രീതിയിൽ തന്നെ അവിടെ ഉറപ്പിച്ച് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നനച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഏതൊരു തൈകളും വെച്ച് കൊടുത്തതിന് ശേഷം എന്താ ചെയ്യാറെന്ന് വെച്ചാൽ സ്യൂഡോമോണസ് ലായനി 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ഇതിൻ്റെ ചുവട്ടിലോട്ട് ഒഴിച്ച് കൊടുക്കാറാണ് ചെയ്യാറ്. അപ്പോൾ ഈ സ്യൂഡോമോണസ് ലായനി എല്ലാ കടകളിലും ഇതിൻ്റെ പൊടി വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ തന്നെ ലായനിയും വാങ്ങിക്കാൻ കിട്ടും. ഈ പൊടി നമുക്ക് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ഇതിൻ്റെ ചുവട്ടിലോട്ട് ഒഴിച്ച് കൊടുക്കാം. നല്ല പ്രതിരോധശേഷി കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ സ്യൂഡോമോണസ് ലായനി ഇതിൻ്റെ ഇലകളിലൊക്കെ ആവുന്ന രീതിയിൽ നമുക്ക് മൊത്തത്തിലും ഒന്ന് നനച്ച് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ തൈ നട്ട് കൊടുത്തതിന് ശേഷം വേരൊക്കെ ഒന്ന് പിടിച്ച് വരുന്നത് വരെ ഒരു തണലത്തോട്ട് മാറ്റി വെക്കണം. വേരൊക്കെ ഒന്ന് പിടിച്ച് വന്നതിന് ശേഷം നല്ല വെയിൽ കിട്ടുന്ന ഒരു ഭാഗത്തോട്ട് മാറ്റി വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ നല്ല ചൂടായത് കൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലോട്ട് ഉണങ്ങിയ കരിയില ഉണ്ടെങ്കിൽ അത് വെച്ച് തന്നെ പുതയിട്ട് കൊടുക്കണം. നല്ല ചൂടാണല്ലോ, അപ്പോൾ കരിയില അങ്ങനെ ഇട്ട് കൊടുത്താൽ നല്ലൊരു തണുപ്പും കിട്ടും. അപ്പോൾ ഇതും ചെയ്യുക. അത് മാത്രമല്ല ഈ കരിയിലൊക്കെ പൊടിഞ്ഞ് നല്ലൊരു വളമായി മാറുകയും ചെയ്യും. അതുപോലെ നമ്മുടെ ചെടി വളർന്നു വരുന്നതിനനുസരിച്ച് നമുക്ക് മണ്ണും വളവും ചേർത്ത് കൊടുക്കാം. ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇതിൽ നിന്ന് വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കൃഷി ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം.